ഹലോ നമസ്കാരം. ശ്രീലങ്കയിൽ നമ്മുടെ 10ാമത്തെ അവസാനത്തെ ദിവസ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരെ പോയത് ശ്രീലങ്കയുടെ ക്യാപിറ്റൽ സിറ്റിയായ കൊളംബോ, അഥവാ ഇവിടുത്തെ ലോക്കൽസ് പറയുന്ന പോലെ കൊളംബിലേക്കാണ്. ഇങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 170 കിലോമീറ്റേഴ്സ് ഫ്രം ഹിർക്കേത്തിയ ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ത്രൂ ദ എക്സ്പ്രസ് വേ, സോ ഇറ്റ്സ് മച്ച് മോർ സേഫ്, ഫാസ്റ്റർ ആൻഡ് കൺവീനിയൻറ്റ്. അങ്ങനെ നമ്മൾ കൊളംബോയിലെത്തി. നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്തത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജാമി ഉൽ അൽഫാർ അഥവാ റെഡ് മോസ്ക് ആണ്. പണ്ട് കാലത്ത് ട്രേഡിംഗ് ആവശ്യത്തിനായി കൊളംബോ വഴി വന്നു പോകുന്നവർക്കായിട്ട് ഇന്ത്യൻ മുസ്ലിംസ് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മോസ്കാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ തന്നെയാണ്. മറ്റ് പള്ളികളിൽ നിന്ന് അപേക്ഷിച്ച് ഒരു റെഡ് ആൻഡ് വൈറ്റ് കളറിലാണ് ഈ പള്ളി മൊത്തത്തിൽ പണിതിട്ടുള്ളത്, വിച്ച് ഇസ് ഇൻസ്പയർഡ് ഫ്രം എ പോംഗ്രാനൈറ്റ് ഫ്രൂട്ട്. അങ്ങനെ പള്ളിയും കണ്ട് പള്ളിയിലെ അകത്ത് ഒരു ഗൈഡഡ് ടൂറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി പേട്ട മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിലൂടെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഗാലെ ഫേസ് 1 മോൾ എന്ന് പറയുന്ന ഒരു മോളിലേക്കാണ്. അവിടെ ഉച്ച സമയമാണ് തന്നെ പുറത്ത് ഭയങ്കര വെയിലായിരുന്നു. സോ നമ്മൾ മോളിൽ പോയിട്ട് കുറച്ച് വിൻഡോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ നേരെ ഗാലെ ഫേസിൻ്റെ ആ ഏരിയ തന്നെ, കൊളംബോ സിറ്റി തന്നെ മൊത്തത്തിലൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ബേ ഏരിയയും എല്ലാം കണ്ട് നമ്മൾ നേരെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് പോയി. ഭയങ്കര ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയുന്നത്. അവിടെ പോയി പിന്നെ ഈവനിങ് ടൈം നമ്മൾ കൂടുതൽ അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ആഫ്റ്റർ ദിസ് നമ്മൾ പിന്നെ സിറ്റി ഡ്രൈവ് തന്നെയായിരുന്നു കൂടുതലും ചെയ്തത്, നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഓൺ ദ വേ ശ്രീലങ്കയിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ലോട്ടസ് ടവർ കണ്ടു. അതൊക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്നൊരു കസീനോയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രീ എൻട്രി ആണ് ഫോർ ഫോറിനേഴ്സ്. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ കസീനോ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി അതിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ലൈവായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റിയൊരു സാധനം അല്ലാന്ന് തോന്നിയതുകൊണ്ട് വി ബേസിക്കലി കെയിം ഔട്ട് ആൻഡ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിട്ട് പോയി. അങ്ങനെ ഫുഡ് തപ്പി നടന്ന് ലേറ്റ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് തപ്പി നടന്ന അവസാനം ഒരു ഫുഡ് സ്ട്രീറ്റിലെത്തി. ഭയങ്കര ലൈവായിട്ട് ആക്റ്റീവ് ആൻഡ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റിലെത്തി. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് സോ വി വൈൻഡ് അപ്പ് അവർ ടൂർ ഇൻ കൊളംബോ ആൻഡ് വി ഹെഡഡ് സ്ട്രേറ്റ് ടു ദി എയർപോർട്ട്. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പോഴേക്കും കൊളംബോ എയർപോർട്ടിലെത്തി. തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ 8 മണിക്കായിരുന്നു. അപ്പോൾ വി ബേസിക്കലി ഡിസൈഡഡ് ടു സ്പെൻഡ് ദ നൈറ്റ് അറ്റ് ദി എയർപോർട്ട്, വിച്ച് വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ടൈംസ് ഏർലിയർ ആസ് വെൽ. അങ്ങനെ എയർപോർട്ടിൽ കിട്ടിയ ഒരു ചെയറിൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങി, പറ്റുന്ന രീതിയിൽ കിടന്നുറങ്ങി. രാവിലെ ആയപ്പം ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. വി ചെക്ക്ഡ് വി ബോർഡ് ദ ഫ്ലൈറ്റ് ആൻഡ് റീച്ച് ബാക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീലങ്കൻ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ 10 ദിവസം വാസ് ട്രൂലി മെമ്മറബിൾ ഫോർ അസ്. ആൻഡ് ഇതിന് പുറകെ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, വിച്ച് ക്യാൻ ഹെൽപ്പ് യു പ്ലാൻ യുവർ ട്രിപ്പ് ടു ശ്രീലങ്ക. അപ്പോൾ ശരി.